പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ് ഈശോ പറയുക. ഒന്നാമതായിട്ട് പറയുന്നത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി. നിധി കിട്ടിയാല് ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ സ്വന്തമാക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇന്ന് നിയമം ഗവൺമെന്റിന് കൊടുക്കണമെന്നാണ്. പണ്ട് കാലത്ത് നിധി കിട്ടിയാൽ സ്വന്തമാക്കാമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, രഹസ്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം നല്ല വിലയ്ക്ക് വാങ്ങി ആ നിധി കണ്ടെത്തുന്നതാണ്. ഒരു സ്വർഗരാജ്യം കണ്ടെത്തുന്ന മനുഷ്യര്, അതേപറ്റി അവബോധം ഉണ്ടാകുന്ന മനുഷ്യര് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ സ്ഥാനം സ്വർഗരാജ്യത്തിന് കൊടുക്കുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് സ്വർഗരാജ്യം വിലയേറിയ രക്തം കണ്ടെത്തുമ്പോൾ എല്ലാം വിറ്റ് അത് വാങ്ങുന്ന വ്യാപാരിക്ക് വില. ഇപ്പൊ രക്തങ്ങളും വില കൂടിയ രക്തങ്ങളുണ്ട്. കൊഹിമോ രക്തം ഉണ്ടായിരുന്നു, അത് ഇന്ത്യയിലായിരുന്നു. അതിനെ കുട്ടിന് കൊടുത്തു, അത് തിരിച്ചു കിട്ടുമെന്നായിരുന്നു. ഇപ്പോൾ രക്തങ്ങള് പല തരത്തിലുള്ളതുണ്ട്, വിലയേറിയതുണ്ട്. സ്വർണ്ണത്തെക്കാളും വിലയേറിയതാണ് രക്തങ്ങൾ. അങ്ങനെയുള്ള വിലയേറിയ രക്തങ്ങളുണ്ട്. ഇപ്പൊ രക്ത വ്യാപാരം ചെയ്യുന്നവന് സവിശേഷമുള്ള രക്തം കണ്ടു കഴിഞ്ഞാൽ അത് വിലയ്ക്ക് വാങ്ങുമെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് സ്വർഗരാജ്യം എല്ലാ മത്സ്യങ്ങളെയും ശേഖരിക്കാൻ വേണ്ടി കടലിൽ എറിഞ്ഞ വല. കടലെറിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് മത്തിയും അയിലയും മറ്റൊന്നും മാത്രമല്ല, ഇതിലുള്ള പല മത്സ്യങ്ങളും ചിലപ്പോൾ കടൽപ്പാമ്പൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തതിനൊക്കെ എടുത്ത് കടലിലേക്ക് തന്നെ എറിയും മത്സ്യം പിടിക്കുന്നവർ. ഉപയോഗമുള്ളവയെ മാത്രമേ സൂക്ഷിക്കുകയുള്ളൂ. യുഗാന്ത്യത്തിൽ ഇതുപോലെ ആയിരിക്കുമെന്ന് യേശു പറയുക. വിധിയുടെ നാളിൽ, അന്ത്യവിധിയുടെ നാളിൽ ഇങ്ങനെയാണ്. നല്ലവരെ എടുക്കപ്പെടും, തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷാവിധി ലഭിക്കും. അതാണ് യുഗാന്ത്യത്തിലെ കാര്യം വിഷയത്തിൽ ഈശോ പറയുക. പ്രാർത്ഥനയെ പറ്റി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ജപമാലയുണ്ട്, മറ്റു പ്രാർത്ഥനകളുണ്ട്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ ചിലർ ചോദിച്ചിട്ട് എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന്. പ്രാർത്ഥനയെ പറ്റി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആത്മാവിന് മാത്രമല്ല ഗുണം, തലച്ചോറിൽ പോലും വ്യതിയാനം വരുത്താനായിട്ട് പോരുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട് വളരെയേറെ വിലയുണ്ട്. ശാസ്ത്രജ്ഞന്മാരിൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് ഇറ്റ് ആക്ച്വലി ചേഞ്ചസ് യുവർ ബ്രെയിൻ. തലച്ചോറിന്റെ വ്യതിയാനം ഉണ്ടാക്കും. അതിന്റെ ഫലമായിട്ട് സ്ലോ ബ്രീത്തിങ്, ശ്വാസം എടുക്കുന്നത് സ്ലോ ആക്കാൻ പറ്റും. കാം ദ നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ശാന്തമാക്കാനായിട്ട് പറ്റും. ഹെൽപ്പ് ഔട്ട് ഓഫ് സ്ട്രെസ്. ഇത്തിരി ആളുകൾക്ക് സ്ട്രെസ്സാണ്, ജീവിതത്തെ പറ്റിയുള്ള ആകുലതകൾ, ചിന്തകള്. അപ്പൊ അത് കാം ചെയ്യാനായിട്ട്, അതിനെയൊക്കെ ശാന്തമാക്കാനായിട്ട് കഴിയും. അപ്പൊ വികാര നിയന്ത്രണം വ്യക്തിയെ കരുണയോടെ മറ്റുള്ളവരെ കാണാനും ജീവിത വ്യഗ്രതകൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. റെഗുലേറ്ററി സ്ട്രെസ് ഹോർമോൺസ് ലൈക്ക് കോർട്ടിസോൾ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വലിയ ഗുണങ്ങളുണ്ട്. ഈ മനുഷ്യന് ഒത്തിരി ആകുലതകളുണ്ട്, ജീവിതത്തെ പറ്റി ആകുലതകൾ. നാളെ രോഗങ്ങളെ പറ്റിയുള്ള ചിന്തകൾ, മക്കളെ പറ്റിയുള്ള ആകുലതകള്, ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ആകുലതകൾ, ഇങ്ങനെ നിരവധി ആകുലതകളുമായിട്ട് അവരുടെ വ്യക്തിബന്ധങ്ങളുടെ തകർച്ചയെ പറ്റിയുള്ള ആകുലതകള്. ഇപ്പൊ ഈ ആകുലതകളൊക്കെ കുറയണമെങ്കിൽ പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിലായിരിക്കണം. പ്രാർത്ഥനയ്ക്കും ശാന്തതയ്ക്കും നിമിഷങ്ങൾ വേണം. അപ്പോഴാണ് നമ്മുടെ ഇങ്ങനെയുള്ള വൈകാരിക പ്രതിസന്ധികൾ നിയന്ത്രിക്കാനായിട്ട് കഴിയുക എന്നുള്ളത്. എസെക്കിയേലിന്റെ പുസ്തകത്തില് 3-ാം അധ്യായം 16 മുതൽ 22 വചനങ്ങളിൽ എസെക്കിയേലിന്റെ ദൗത്യത്തെ പറ്റി 3 പറയുകയാണ്.
നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും മാറാതിരുന്നാൽ ആ ദുഷ്ടൻ അവന്റെ പാപത്തിൽ മരിക്കും. ഇപ്പൊ തിന്മയില് ആസക്തിയിലും ദുഷ്ടതയിലൊക്കെ കഴിയുന്നവര് ശാസിച്ചിട്ടും മാറാതിരുന്നാല് ആ പാപത്തിൽ മരിക്കുമെന്നാണ് എസെക്കിയേൽ പ്രവാചകൻ വചനത്തിൽ പറയുന്നത്. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും, എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. അതാണ് പ്രവാചകനെ പറ്റി പറയുന്നത്. പ്രവാചകൻ ജീവനെ രക്ഷിക്കും എന്ന് പറയുന്നത്. നീതിമാൻ തന്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും. നീതിമാൻ നീതി വെടിയാൻ പാടില്ല, നീതിയോടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും, അവൻ മരിക്കും. ഇതാണ് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത്. അപ്പോൾ നീതിമാന്മാരെന്ന് പറയുന്ന വ്യക്തികള് നന്മ ചെയ്യാനും നന്മയിൽ നിലനിൽക്കാനായിട്ടും തീർച്ചയായിട്ടും അവർക്ക് കഴിയണമെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പത്രത്തിൽ ഒരു ദിവസം ഒരു വാർത്ത കാണുകയുണ്ട്. നമ്മൾ സമകാലീന കാര്യങ്ങളൊക്കെ വായിക്കുകയും അറിയുകയും വിലയിരുത്തുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കർണാടകയിൽ 18-24 വയസ്സുള്ള വിദ്യാർത്ഥികൾ 7000 പേർക്ക് എയ്ഡ്സ്. ഇതാണ് ലേറ്റസ്റ്റ് വാർത്ത. അപ്പൊ അതുകൊണ്ട് കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ കുട്ടികളെയും എയ്ഡ്സ് പരിശോധന നടത്താനായിട്ട് കോളേജിൽ പഠിക്കുന്ന. അപ്പോൾ എയ്ഡ്സിന്റെ പ്രത്യേകത പണ്ട് കാലത്ത് പറയാൻ ഇപ്പൊ കുറെ കാലമായിട്ട് എയ്ഡ്സിനെ പറ്റി ആരും പറയുന്നില്ല. പക്ഷെ എയ്ഡ്സിന് ചികിത്സിച്ചാലും തീർത്തു മാറുകയില്ല. വലിയ മരുന്നുകൾ ഉപയോഗിച്ചാൽ ആയുസ് നീട്ടാൻ പറ്റും. അതാണ് ലേറ്റസ്റ്റ് സ്ഥിതി. പിന്നെ കല്യാണം കഴിച്ചാലും ഇളവുകാലത്ത് കിട്ടും. ഇതിങ്ങനെ എയ്ഡ്സ് പകരുന്നത് ഇത് മയക്കുമരുന്ന് ഉപയോഗം അതിൻ്റെ ഒരു കാരണമാണ്. ഒരേ സിറിഞ്ച് കൊണ്ട് ഇങ്ങനെ കുത്തിവെക്കുന്നവരാണെങ്കിൽ ഒരേ സിറിഞ്ച് മാറി മാറി കുത്തിവെക്കുക. ഈ ലഹരിയിലുള്ളവർക്ക് എയ്ഡ്സ് ഒന്നും പ്രശ്നമൊന്നുമല്ല. അവർ ഒരേ സിറിഞ്ച് കൊണ്ട് വേണമെങ്കിൽ പലരും മയക്കുമരുന്ന് കുത്തിവെക്കുക. അങ്ങനെ അതാണ് ഒരു കാരണം. രണ്ടാമതായിട്ട് ലൈംഗികമായിട്ടുള്ള തിന്മകൾ പല വ്യക്തികളുമായിട്ടുള്ള അല്ലെ രോഗമുള്ള വ്യക്തിയായിട്ടുള്ള ശാരീരിക ബന്ധമാണ്. രോഗം ആർക്കുള്ള വ്യക്തിയുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടാൽ എയ്ഡ്സ് കിട്ടാനായിട്ട് ഇടയുണ്ട്. ഈ എയ്ഡ്സ് ഉള്ള ഒരു രോഗിയെ എയ്ഡ്സ് ഇല്ലാത്ത ജീവിത പങ്കാളി കല്യാണം കഴിച്ചാലും രോഗമില്ലാത്ത ആൾക്ക് കിട്ടാൻ സാധ്യത ഏറെയാണ്. കിട്ടിയാലും കിട്ടുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആയുസ് നീട്ടി കിട്ടുന്ന ചികിത്സകളുടെ ജീവിതകാലം മുഴുവൻ ഒന്ന് ചികിത്സിക്കണം. പിന്നെ എത്ര കാലം ചികിത്സിച്ചാലും ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ ഈ നിയമങ്ങളും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട്. നന്മ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പം നന്മയെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ജീവിച്ചാല് പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അത് സംഭവിക്കുക. അതുപോലെ ഇവിടെ കൊച്ചിയിലും ഉണ്ടെന്നാണ്. കർണാടകത്തിൽ മാത്രമല്ല, കൊച്ചിയിലും ഒത്തിരി എയ്ഡ്സ് രോഗികളുണ്ടെന്നാണ് ഒരിക്കല് റിപ്പോർട്ടിൽ വായിക്കാനിടയായത്. ഇന്ന് കുട്ടികൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ്. പ്രധാന ക്ലാസ്സില്ല. ഇതിന്റെ കാരണം വെള്ളപ്പൊക്കം, അമൃത വൃഷ്ടി. ഈ വർഷം ഒരേ ദിവസം തന്നെ കേരളത്തിലെ പലയിടങ്ങളിലും അമിതമായിട്ടുള്ള മഴ പെയ്തത് കൊണ്ട് റോഡുകളിലേക്കും വീടുകളിലേക്കും ഒക്കെ വെള്ളം കയറി, കടകളിലേക്കും കയറി. ഇന്ന് പാലായിലെ കടകളിലേക്ക് വെള്ളം കയറി. ചന്ദ്രിക്കാമ്പാറയിൽ വഴിയിൽ വെള്ളം കയറി. നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ചന്ദ്രിക്കാമ്പാറയുടെ കാര്യം പറഞ്ഞത്. ഉയ്ക്കലിലെ വെള്ളം കയറി. അങ്ങനെ പലയിടത്തും വെള്ളം കയറി. അപ്പോൾ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഒരു അമ്മയും മകനും മരണപ്പെട്ടു. അത് പയ്യാനിത്തോട്ടം, പാലാരൂപതയിലുള്ള പയ്യാനിത്തോട്ടം. ഞാൻ പള്ളി പോയിട്ടുള്ളതാണ്. അവിടെ ധ്യാനിപ്പിച്ച അച്ഛൻ ആദ്യം വികാരിയായിരുന്ന പയ്യാനിത്തോട്ടത്തിലാണ്. അവിടെ റെജിനായും മകൻ ജോസഫിന് ഇപ്പോൾ ആക്സിഡന്റ് പരിക്ക് പറ്റി നടക്കാൻ വരാതെ വിശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് മണ്ണിടിഞ്ഞ് വീടിന്റെ മുകളിലേക്ക് വീണത്. ബാക്കി ഓടാൻ പറ്റുന്നവരൊക്കെ ഓടി. എന്നാൽ അമ്മ റെജിനയ്ക്ക് മകനെ ഇട്ടിട്ട് ഓടാൻ തോന്നിയില്ല. കാരണം മകനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് സാഹചര്യം ഇല്ല. പെട്ടെന്ന് മണ്ണുകൾ പൊട്ടിയല്ലേ മണ്ണിടിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. അമ്മയും ആ മകന്റെ കൂടെ ആ മണ്ണിന്റെ അടിയിൽപ്പെട്ടു. രണ്ടുപേരും മരിച്ചു. അതാണ് സങ്കടകരമായൊരു വാർത്ത. അപ്പോൾ ഇവിടെ
മകനെ മരണത്തിലും തന്റെ മരണം ഉറപ്പാണെന്ന് കണ്ടിട്ടും മകനെ വിട്ടുപിരിയാത്ത നല്ല അമ്മ, അങ്ങനെ നന്മ നിറഞ്ഞ അമ്മമാരാണ്. മക്കളെ എടുത്തിട്ട് കൊച്ചിനെ കാവലിലൂടെ പോകാൻ വേണ്ടി എടുത്തെറിഞ്ഞു കൊല്ലുന്ന അമ്മമാരും അതൊക്കെ ചുരുക്കാണ്. എന്നാൽ ഈ അമ്മ ഈ മകന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകാതെ മകനെ രക്ഷിക്കാൻ പറ്റുമോ മരിക്കുന്നു ചിന്തിച്ച് കാണുകയില്ല. എങ്ങനെയാണെങ്കിൽ ആ മണ്ണിൽ അടിഞ്ഞു വന്നത്. തെസ്സലോനിക്കർക്കുള്ള ലേഖനത്തില് 2 തെസ്സലോനിക്കർ 2:5 പറയാണ്, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അപ്പോൾ പൗലോസ്ലീഹ ലേഖനത്തിലൂടെയോ വചനത്തിലൂടെയോ അവരെ പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്ത കാര്യങ്ങൾ മുറുകെ പിടിക്കണം, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ് പൗലോസ്ലീഹ അവരെ ഉദ്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ കളയുകയല്ല. ആ വചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ് വചനങ്ങൾ. നമ്മുടെ വഴിയിൽ വിളക്കണമെന്നാണ് പറയുക. വളരെ അന്ധകാരത്തിൽ വിളക്കുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയൂടെ. നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ് ദൈവത്തിന്റെ വചനങ്ങൾ, സദ്വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രേരക ശക്തിയായിട്ട് നിലനിൽക്കേണ്ടതാണ്. പൗലോസ്ലീഹയുടെ വാക്കോടുകൂടി നിർത്തുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവർത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. 2 തെസ്സലോനിക്കർ 2:16-17 വചനങ്ങൾ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും